ഹലോ. അപ്പോൾ രാവിലെ ചെടികളൊക്കെ നനച്ചതിന് ശേഷം മുറ്റത്തൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളിയിൽ അത്യാവശ്യം ഇരുമ്പമ്പുളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അന്ന് പച്ചച്ചീര മാത്രമേ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. റെഡ് കളർ ചീര ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തോരനുള്ള ചീര കിട്ടി. ഇത് ഒറ്റയ്ക്ക് പറ്റില്ല, കുറച്ച് പരിപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചട്ടികളും ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ വേറെ ചട്ടികളൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് എൻ്റെ ഒരു ശീലമാണ്. അത്യാവശ്യം വെയിറ്റുള്ള ചട്ടികളാണ്, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ ഈ ഭാഗത്തിരിക്കുന്ന ഈ ചട്ടികളും ഇവിടെ നിന്ന് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് ആ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടാണ്. മാങ്ങയും ഒപ്പം തന്നെ ഇരുമ്പൻ പുളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഉപ്പ് പുരട്ടിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കുകയാണ് ചെയ്തേട്ടാ. അപ്പോൾ പിള്ളേരും ഹെൽപ്പിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് അരിഞ്ഞൊക്കെ ഇട്ട സമയത്ത് അതിൽ കുറച്ച് ഉപ്പൊക്കെ പുരട്ടിത്തരാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 മുറത്തിലാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് അതിൽ ഉപ്പൊക്കെ പുരട്ടി തന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടാണ്. ചെയ്യാനും പിടിക്കാനും ഒക്കെ നിന്നപ്പോൾ തന്നെ ഒരുപാട് ടൈം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. മാത്രമല്ല അവിടെ അപ്പോഴേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു അയിനിച്ചൊക്കെ പഴുത്തിക്കണ കണ്ടു, അത് പറിച്ച് കഴിച്ചിട്ടാണ്.